ഈ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ, ഇരട്ട വോട്ടുകൾ ഇതെല്ലാം അങ്ങ് പോകുമല്ലോ. എന്നിട്ടും കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ വരുമ്പോൾ എല്ലാവരും എതിർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, ഈ വോട്ടർ പട്ടിക ആ, ക്രമീകരിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം വോട്ടർ പട്ടികയിൽ ഇപ്പോൾ വളരെ പ്രായോഗികമായിട്ട് പറയാം, മിക്കവാറും സ്ത്രീകൾക്ക്, ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയാൻ കേൾക്കരുത്, അവരുടെ ജനിച്ച വീട്ടിൽ വോട്ടുണ്ടാവും, ഭർത്താവിൻ്റെ വീട്ടിൽ വോട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി, അതെ. നമ്മുടെ അടുത്ത വീട്ടിൽ നോക്കിയാൽ മതി. നമ്മുടെ അതേ പഞ്ചായത്തിലല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വോട്ടുണ്ടാവും. ഇനി ഒരു പഞ്ചായത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചെങ്കിൽ പോലും 2 വാർഡിലാണെങ്കിൽ ഉറപ്പായിട്ട് വോട്ടുണ്ടാവും. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പോയി എന്ന് വിചാരിച്ച് വീട്ടുകാർ അവളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടില്ല, വെട്ടാൻ സമ്മതിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടാവും. അതാണ് നമ്മുടെ അടൂർ പ്രകാശ് പണ്ട് കണ്ടുപിടിച്ചത്. 60,000-ഓളം വോട്ടറുകൾ ഓർമ്മയുണ്ടല്ലോ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം 60,000 പേർക്ക് പുള്ളി വക്കീൽ നോട്ടീസ് അയപ്പിക്കും, അവരുടെ പേര് വിവരം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. അത്രയും പേർക്ക് ഡബിൾ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ സമ്പത്ത് തോൽക്കുകയും അടൂർ പ്രകാശ് ജയിക്കുകയും ചെയ്തു. അടൂർ പ്രകാശിന് അതിനുള്ള മെഷീനറി മെക്കാനിസം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു. അതുകൊണ്ട് സാധിച്ചു.